സുഹൃത്തുക്കളെ ഇന്നലെ കൃഷി ഭവനിന്ന് 6 തെങ്ങും തൈ 20 വേണമെന്നാണ് ഞാനൊരു 15 ദിവസം മുന്നേ അവിടെ എഴുതി കൊടുത്തതായിരുന്നു. അപ്പോൾ എനിക്ക് 6 എണ്ണം തന്നത് കുറച്ചേ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നല്ല തൈകളാണ്. അപ്പോൾ പുറത്തുനിന്ന് മേടിക്കാൻ ഒരു 300 റുപ്യ ഒരു തൈന് കൊടുക്കണം. അതിന് നമുക്ക് അവിടെ 50 റുപ്യ കൊടുത്ത് തൈന് മേടിച്ചു. അപ്പോൾ അത് വെക്കുകയാണ്. അത് നടുകയാണെന്ന് ഇവിടെയൊക്കെ തൈ ഉണ്ടായിരുന്നു. ഇക്കൊല്ലത്തെ വേനൽക്ക് പോയതാണ്, ഉണങ്ങി പോയതാണ്. ഇപ്പോൾ 2 കൊല്ലം 3 കൊല്ലം മുമ്പ് കൃഷി ഭവൻ തന്നെ തൈ കിട്ടിയതും ഒക്കെ വെച്ചതായിരുന്നു, ഒക്കെ പോയതാണ്. അവിടെയൊക്കെ വെക്കുകയാണ്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് കുറച്ച് വളം വേപ്പ് പുണ്ണാക്കും പിന്നെ എന്താ എല്ലുപൊടി ഒരു കൂട്ടി മിക്സാക്കിയ വളം കൂടെ അടുത്ത പൊരിച്ച് മേടിച്ചിട്ട് അതിട്ട് കൊടുക്കാൻ അടിയിൽ കുറേശ്ശെ. പിന്നെ അതിന് ശേഷം തൈ വെക്കുകയാണ്. അതിന് ശേഷം തൈ വെക്കുമ്പോൾ ഒന്ന് ഇളക്കിക്കാണ്ട് തൈയാണ് വെച്ച് കൊടുക്കുക. ആദ്യം വെച്ചതൊക്കെ നല്ലോണം വളർത്തിട്ട് വെച്ചതായതുകൊണ്ട് ഇക്കൊല്ലത്തെ വേനൽക്കാണ് ഉണങ്ങി പോയത്. എന്താ ചെയ്യുക? അപ്പോൾ വീണ്ടും തൈ വെക്കണം. നല്ല സാധനം തൈയാണ്. കുറച്ച് നീളം കൂടുതലുണ്ട് എന്നുള്ളൂ. അതിന് 2 ഭാഗത്തും കെട്ടി കൊടുക്കണം. കോല് നാട്ടി കെട്ടി കൊടുക്കുന്നുണ്ട് 2 ഭാഗത്തും. ഇതായി എന്തിനാ പട്ട ഒടിച്ചിട്ട് ഞാൻ നല്ല സ്കൂട്ടിമേണ് താഴെക്കോട്ട് നിന്ന് ഇങ്ങോട്ട് കൊടുത്തതേ. അപ്പോൾ പിന്നെ ഒടിഞ്ഞതാണ്. സ്പീഡിൽ കൂട്ടി പോന്നപ്പോൾ കാറ്റിന് മറിഞ്ഞിട്ട് ഇതുമായിട്ട് പട്ട ഒടിഞ്ഞതാണ്. അല്ലാതെ കുഴപ്പമൊന്നുമല്ല. അത് നല്ല തൈകളാണ്. ഇതിന് കുറച്ച് തുടങ്ങുമ്പോൾ തടി കുറവുണ്ട് തൈയിന്. പിന്നെ എല്ലാം നല്ല കുഴപ്പമില്ലാത്ത തൈകളാണ്, നല്ല തൈകളാണ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ അതിന് ഒരു 300 റുപ്യെല്ലാം കൊടുക്കേണ്ടി വരും. അപ്പോൾ കൃഷി ഭവനിലുണ്ട് തൈ താഴെക്കോട്. എനിക്ക് അവിടുന്ന് കിട്ടി. ആവശ്യമുള്ളവർക്ക് ഇനി ഉണ്ടോയെന്ന് അറിയാം. അവിടെ കുറേ ഉണ്ട്, പക്ഷേ ഓർഡർ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഒക്കെ ആവശ്യപ്പെട്ട തൈക്കാരം ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അതായിരിക്കും. അവിടെ കുറേ തൈ ഉണ്ട്. എനിക്ക് എന്നിട്ട് പറഞ്ഞു ഞാൻ 20 എണ്ണം വേണമെന്ന് പറഞ്ഞിട്ട് 6 തന്നുള്ളൂ. നല്ല സൂപ്പർ തൈകളാണ്. എനിക്ക് 20 എണ്ണം വേണം ആവശ്യം ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ വെയിലിനൊക്കെ ഉണങ്ങിപ്പോയി. അപ്പോൾ 20 എണ്ണം ചോദിച്ചിട്ട് ഒരു തന്നില്ല. എന്നാൽ നല്ല സൂപ്പർ തൈകളാണ്. ഇവരൊക്കെ പിടിച്ച് കിട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ 4 കൊല്ലം കൊണ്ട് തേങ്ങ കായ്ക്കും. കുറ്റിയടി തൈയാണ്, കുറ്റിയടി എന്നാണ് പറഞ്ഞത്. നല്ല സൂപ്പർ തൈയാണ്. അപ്പോൾ അതിൻ്റെ നടിയിലാണ് ഇപ്പം ഇന്ന് രാവിലെ മുതൽ 6 എണ്ണം നടാണ്ടായിരുന്നില്ല. രാവിലെ മുതൽ കോഴികളെ തീറ്റയൊക്കെ കൊടുക്കൽ കഴിഞ്ഞിട്ട് രാവിലെ ഇറങ്ങിയതാണ്. രാവിലെ ഇറങ്ങി അതിലൂടെയൊക്കെ ഒരു വലിയ മഴ പെയ്തു. ആ മഴ പെയ്തപ്പോൾ ഞാൻ അവിടെ കയറിയിരുന്നു. മഴ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇറങ്ങി. വീണ്ടും ഇത് പണിയെടുക്കൽ തുടങ്ങി. അപ്പോൾ ഉച്ചയാകുമ്പോഴൊക്കെ തീർക്കണം. ഈ 6 തൈയും വെച്ച് തീർക്കണം. കുയ്യൊന്നും കുത്തല്ലെങ്കിലും കുയിൽ നല്ല പണി ഉണ്ടായിരുന്നു. പിന്നെ നല്ലോണം തൂർന്നിരുന്നു. പുല്ല് കയറിയിട്ട് അരക്ക് പുല്ലായിരുന്നു. ആ പുല്ലൊക്കെ ചെത്തി ഒഴിവാക്കിയിട്ടാണല്ലോ ഈ പഴയ തെങ്ങിൻ്റെ കുഴിയൊക്കെ നേരാക്കി എടുത്തപ്പോഴേക്കൊരു കുഴി കുത്തുന്നതിനേക്കാൾ ടൈം പിടിച്ചു കൊടുക്കും.